السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا نبينا ومولانا محمد وعلى آله وصحبه وسلم. الحمد لله. എനിക്ക് ഏറ്റവും പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായ നമ്മളെ നബിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുടെ പിൻബലത്തോടു കൂടി എനിക്ക് അല്ലാഹു അവന്റെ തൗഫീഖ് കൊണ്ട്, അവന്റെ മഹത്തായ ഫദ്ൽ കൊണ്ട്, എന്റെ ശൈഖന്മാരിലൂടെ അവരുടെ സദഖയിലായി എനിക്ക് ലഭിച്ച നമുക്ക് ഏവർക്കും ബലാ മുസീബത്തുകളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും മറ്റു വിപത്തുകളെ തൊട്ടും രക്ഷ ലഭിക്കുവാനും ഒരു മുഞ്ചിയാത്തായിക്കൊണ്ടും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ മുത്തവക്കിലായി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്ന വിധത്തിലുള്ള ഒരു ഈമാന് കൈവരുവാനും അവന്റെ മുത്തവക്കിലായ അടിമയിൽ ഉൾപ്പെടുവാനും അപ്രകാരം തന്നെ ഈ ലോകത്തും നാളെ ആഖിറത്തിലും ഇജ്ജത്തുള്ള ഒരു ജീവിതം നമുക്ക് കൈവരുവാനും നാളെ ആഖിറത്തിൽ ഉന്നതമായ അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ ഇഷ്ടം, അവന്റെ തൃപ്തി ലഭിക്കുവാനും ഉതകുന്നതായ ഇജാസത്തുകളാണ് 3 നേരം നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റുന്നതായ, അതായത് സുബഹി നിസ്കാരത്തിന് ശേഷവും മഗ്രിബ് നിസ്കാരത്തിന് ശേഷവും ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ നാം പതിവാക്കേണ്ടതായ ഔറാദുകളാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. അല്ലാഹു ഇരുലോകത്തേക്കും അത് നമുക്ക് പ്രയോജനപ്പെടുത്തി തരട്ടെ, നമ്മളിൽ നിന്നും ഖബൂൽ ചെയ്യട്ടെ. നമുക്കിത് പതിവാക്കാനുള്ള ഉന്നതമായ തൗഫീഖും അവന്റെ അടുത്തുള്ള ഖബൂലിയത്തും നമുക്ക് അല്ലാഹു തആല നൽകട്ടെ. ആദ്യമായി സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ പതിവാക്കേണ്ട ഔറാദുകളാണ് പറയാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബഹി നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിഞ്ഞാൽ പതിവാക്കിയാൽ മതി. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് 3 തവണ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് 3 തവണ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ഗളബിഹി വഇഖാബിഹി വശർരി ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്വീനി വഅൻ യഹ്ളുറൂൻ അത് 1 തവണ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം എന്ന് 1 തവണ. അല്ലാഹുമ്മ യാ ഹഫീളു യഹ്ഫൾനാ എന്ന് 3 തവണ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാഅ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി എന്ന് 3 തവണ. ലാ ഇലാഹ ഇല്ലാ അൻത യാ അല്ലാഹ് എന്ന് 1 തവണ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് 1 തവണ. റബ്ബി ലാ തുഅദ്ദിബ്നി വഅനാ അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന് 1 തവണ. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി യാ കരീം യാ റഹീം യാ അല്ലാഹ് എന്ന് 3 തവണ. അത് തുടക്കത്തിൽ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് 2 തവണ പറഞ്ഞ് 3ാമത്തെ തവണ ഇത് പൂർണ്ണമായി പറഞ്ഞാൽ മതി, യാ കരീം യാ റഹീം യാ അല്ലാഹ് എന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വാഹിദൻ അഹദൻ സ്വമദൻ ലം യത്തഖിദ് സ്വാഹിബതൻ വലാ വലദൻ വലം യകുൽ ലഹു കുഫുവൻ അഹദ് അത് 10 തവണ.
അതിനുശേഷം മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഒരു തവണ പറയുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിനു യുഹ്യീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 3 തവണ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. അത് ഒരു തവണ. ഇനി വേണമെങ്കിൽ അത് എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷം ഈ ആയത്ത് 7 തവണ ചൊല്ലുകയാണെങ്കിൽ വളരെ ഉത്തമം. ഉഫവ്വിളു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറുൻ ബിൽ ഇബാദ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഗുഫ്രാനക റബ്ബനാ വഇലൈക്കൽ മസീർ എന്ന് ഒരു തവണ. ഇതെല്ലാം അള്ളാഹുവിലേക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹിനെ ഏൽപ്പിക്കുന്ന ഒരു തവക്കുൽ കൂടിയാണ്. പിന്നെ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. അത് 7 തവണ. വല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റഹീമീൻ. അത് 3 തവണ. ഇന്ന വലിയ്യ അല്ലാഹുല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ലസ് സ്വാലിഹീൻ. അത് 3 തവണ. റളൈതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിൽ ഖുർആനി ഇമാമൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യം വറസൂലാ എന്ന് 1 തവണ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ 3 തവണ. അതിനുശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് 1 തവണ. സാധിക്കുന്നവർ ഏതെങ്കിലും ഒരു സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് 133 വട്ടം ചൊല്ലുക. എന്റെ കാര്യകർത്താവ് അല്ലാഹു മാത്രമാണ്, എന്റെ ആവശ്യം നിറവേറ്റുന്നവൻ അല്ലാഹു മാത്രമാണ്, എന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നവൻ അല്ലാഹു മാത്രമാണ്, എന്റെ വിഷമങ്ങൾ ദൂരീകരിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്, എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. അതായത് അല്ലാഹു തആലാക്ക് മാത്രമാണ് സ്വന്തമായി നമുക്കിതെല്ലാം ചെയ്തു തരാൻ പറ്റുള്ളൂ. അള്ളാഹ് ഉദ്ദേശിച്ചാൽ മാത്രമേ സൃഷ്ടികളിലൂടെ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ലഭിക്കുകയുള്ളൂ. അള്ളാഹു ഉദ്ദേശങ്ങൾ സൃഷ്ടികൾ ഇല്ലെങ്കിലും ഈ കാര്യങ്ങൾ എനിക്ക് ലഭിക്കും എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് 133 തവണ സുബഹി നിസ്കാരത്തിന് ശേഷം ഏതെങ്കിലും ഒരു സമയത്ത് സാധിക്കുന്ന വിധത്തിൽ ചൊല്ലുക. അതല്ലെങ്കിൽ സുബഹിക്ക് ശേഷം 50 മഗ്രിബിന് ശേഷം 50 ചൊല്ലിയാലും കുഴപ്പമില്ല. പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലിഹി എന്ന് 11 തവണ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് 1 തവണ. അതോടുകൂടി സുബഹിക്ക് ശേഷമുള്ള ഔറാദ് പൂർത്തിയായി. പിന്നീട് മഗ്രിബിന് ശേഷം ചൊല്ലാനുള്ളതാണ്, പതിവാക്കാനുള്ളതാണ് പിന്നെയുള്ളത്. അത് സുബഹിക്ക് ശേഷം പതിവാക്കുന്ന അത്രയില്ല. ഇനി അതും ഇതോടുകൂടി പതിവാക്കിയാൽ കുഴപ്പമൊന്നുമില്ല. പറയാം. മഗ്രിബിന് ശേഷം, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ, സ്ത്രീകളാണെങ്കിൽ അശുദ്ധിയുള്ള സമയത്താണെങ്കിലും മഗ്രിബ് നിസ്കാരത്തിന്റെ ആ സമയമാവുമ്പോൾ, സുബഹി നിസ്കാരത്തിന്റെ സമയമാവുമ്പോൾ ഇത് പതിവാക്കാം. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് 3 തവണ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് 3 തവണ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ഖളബിഹി വഇഖാബിഹി വശർരി ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്വീനി വഅൻ യഹ്ദുറൂൻ എന്ന് 1 തവണ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം എന്ന് 1 തവണ. ഇത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ ആയത്തായതുകൊണ്ടാണ് ബിസ്മി ചൊല്ലാത്തത്. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ ദിക്ർ എന്നുള്ള ആ ഒരു നിലക്ക് ചൊല്ലാണെങ്കിൽ ഈ ആയത്ത് ചൊല്ലാം അശുദ്ധിയുള്ള ടൈമിൽ. എന്നാൽ വലിയ അശുദ്ധിയുള്ള ടൈമിൽ
ഉത്തമം അത് ഒഴിവാക്കലാണ്. പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ആയതുകൊണ്ട് ഒഴിവാക്കാം. ഇനി കാവല് ഹിഫ്സ് എന്നുള്ള നിലക്ക്, കാവല് എന്നുള്ള നിലക്ക് ദിക്റ് എന്നുള്ള എഴുത്തിബാറിൽ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. أفوض أمري إلى الله إن الله بصير بالعباد حسبنا الله ونعم الوكيل نعم المولى ونعم النصير എന്ന് ഒരു തവണ. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം എന്ന് 7 തവണ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഹിലിഹി എന്ന് 11 തവണ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് ഒരു തവണ. ഇനി ഉറങ്ങാൻ കിടക്കുമ്പോൾ സാധാരണ നമ്മൾ ചൊല്ലാറുള്ള ഔറാദുകളും പരിശുദ്ധ ഖുർആനും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ കിടക്കുമ്പോൾ ഹദീസിൽ വന്ന് ചൊല്ലാറുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ചൊല്ലിയതിന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുന്നെയോ ചെല്ലാനുള്ളതാണ്, അതിനു മുമ്പോ ചെല്ലാനുള്ളതാണ് ഈ പറഞ്ഞു തരുന്നത്. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഅഹ്യു എന്ന് ചൊല്ലുന്നവരുണ്ട്, അല്ലെ, ഹദീസിൽ വന്നതാണ്. അതുപോലെ തന്നെ ബിസ്മിക റബ്ബി വലഉതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫൽഹാ കമാ തഹ്ഫുദു ബിഹി ഇബാദത സ്വാലിഹീൻ എന്നുള്ള അതെല്ലാം ചൊല്ലി വലതുഭാഗത്തേക്ക് നമ്മൾ ചെരിഞ്ഞു കിടക്കുമ്പോൾ ചൊല്ലുന്നതാണ് അതെല്ലാം, അല്ലെ. എന്നാൽ അതിന്റെ മുന്നേ ആയിട്ടോ മുമ്പായിട്ടോ ചൊല്ലാറുള്ള ഔറാദുകളുമുണ്ട്. അപ്പൊ അതിനൊക്കെ ശേഷം ഇത് ചൊല്ലുക. ഏത്? സുബ്ഹാനല്ലാഹ് എന്ന് 33 തവണ, അൽഹംദുലില്ലാഹ് എന്ന് 33 തവണ, അല്ലാഹു അക്ബർ എന്ന് 34 തവണ. അത് കഴിഞ്ഞാൽ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ഖലബിഹി വഇഖാബിഹി വശദ്ദി ഇബാദിഹി വമിൻ ഹമസാതി ശയാത്വീനി വഅൻ യഹ്ളുറൂൻ എന്ന് 3 തവണ. എന്നിട്ട് പരിശുദ്ധ കലിമ ഒരു പ്രാവശ്യം ചൊല്ലിയിട്ട് കിടക്കുന്നത് നല്ലതാണ്. കിടന്നു കഴിഞ്ഞാൽ പരിശുദ്ധ കലിമ ഒരു പ്രാവശ്യം ചൊല്ലുന്നത് നല്ലതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഖബൂൽ ചെയ്യട്ടെ. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ പിൻബലത്താലുള്ള ദിക്റുകളാണ്, നൂറുകളാണ്. പിന്നെ മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, എന്റെ മശായിഖന്മാരിൽ നിന്നും എനിക്ക് ലഭിച്ച നിർദ്ദേശം, എനിക്ക് ലഭിച്ച ഉപദേശം, ഔറാദുകളൊക്കെ പതിവാക്കുന്ന ഔറാദുകള് അത് ഒരു നിലക്കും വിട്ടുപോവാതെ, അതെന്ത് പ്രതിബദ്ധങ്ങൾ വന്നാലും എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഈ പതിവായി ചെല്ലുന്ന ഈ മുഞ്ചിയാത്തുകള് കൃത്യമായി ചൊല്ലിയിരിക്കണം. അത് ഒഴിവാക്കാൻ പാടില്ല. അങ്ങനെയെങ്കിൽ മാത്രമേ ഏത് ഔറാദുകളുടെയും പൂർണ്ണമായിട്ടുള്ള നൂറും അതിന്റെ ഫലവും നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അത് സുബഹിക്ക് ശേഷമായാലും മഗ്രിബിന് ശേഷമായാലും ആ സമയത്തൊക്കെ ചെല്ലുന്ന ഔറാദുകൾ, ഇനി അഥവാ മനുഷ്യ സഹജാണ് വല്ല അത്യാവശ്യ ഘട്ടങ്ങളും വന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ പാടെ നമുക്ക് ഇരിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ അത് നടന്നിട്ടെങ്കിലും ചെയ്യണം. അതെങ്ങനെങ്കിലും അത് ചെയ്ത് പൂർത്തിയാക്കണം. ഇനി അഥവാ അതിനൊന്നും സാധിക്കാത്തൊരു ഘട്ടം വരാണെങ്കിലും സുബഹിക്ക് ശേഷമുള്ളത് ലൊഹറിന്റെ മുന്നേ ആയിട്ട് ചൊല്ലി പൂർത്തിയാക്കണം. മഗ്രിബിന് ശേഷമുള്ളത് ഇഷായുടെ മുന്നേ ആയിട്ട് ചൊല്ലി പൂർത്തിയാക്കണം. അപ്പൊ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങോട്ടൊന്നും ആവാൻ പാടില്ല. ശരിക്ക് ഓരോ സമയത്തും ചൊല്ലുന്ന ആ സമയത്ത് തന്നെ അത് ഇരുന്ന് ചെല്ലാൻ പറ്റില്ലെങ്കിൽ നടന്നിട്ടോ വാഹനത്തിലായിട്ടോ അത് ചൊല്ലിയിരിക്കണം. അങ്ങനെ പതിവാക്കുന്നവർക്കാണ് ഇതിന്റെ പൂർണ്ണമായ നൂറും അതിൻ്റെതായിട്ടുള്ള ഫലവും നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.